ശ്രീ ജലീൽ പുനലൂർ, ഞാനൊന്നും ചോദിക്കണ്ടല്ലോ അല്ലേ? ദൈവികത്വമുള്ള പൊതുമുതൽ, അതിൻ്റെ കിലോ പോട്ടെ, പവൻ പോട്ടെ, സ്വർണം പോട്ടെ, വില പോട്ടെ, ദൈവികത്വമുള്ള പൊതുമുതൽ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടോ? ആരാണ് ഉത്തരവാദികൾ? സർക്കാരിന് ഉത്തരവാദിത്വമില്ലേ? ദേവസ്വം മന്ത്രിക്ക് ഉത്തരവാദിത്വമില്ലേ? ദേവസ്വം പ്രസിഡന്റിന് ഉത്തരവാദിത്വമില്ലേ? മുൻ സർക്കാരിനും മുൻ ദേവസ്വം മന്ത്രിക്കും മുൻ ദേവസ്വം പ്രസിഡന്റിനും ഉത്തരവാദിത്വമില്ലേ? സകലമാന ചട്ടവട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഞാൻ നന്നാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരു പോറ്റിക്കെടുത്ത് കൊടുക്കുകയും 39 ദിവസം കഴിഞ്ഞ് അവിടെ കൊണ്ട് തിരിച്ചു വെക്കുകയും അതിനിടയിൽ തൂക്കത്തിലുള്ള വ്യത്യാസം രേഖയായി കഴിഞ്ഞു. സാർ, വേണ്ടേ അന്വേഷണം? തീർച്ചയായിട്ടും അന്വേഷണം വേണമല്ലോ. അന്വേഷണത്തിൽ കൂടിയല്ലേ കാര്യങ്ങൾക്ക് വ്യക്തത വരൂ. അന്വേഷണം നടക്കട്ടെ. അതിൽ താങ്കൾക്ക് 2 മറുപടി തരാം. ആ 2 മറുപടി എനിക്ക് നേരത്തെ സംസാരിച്ച പ്രഗത്ഭനായ ശ്രീ ബിജു സാർ, അദ്ദേഹം ആ വിഷയത്തിൽ ആശയപരമായി നമുക്ക് അഭിപ്രായ വ്യത്യാസം, ബൈജു സാർ, അദ്ദേഹം നമ്മളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാമെങ്കിലും അദ്ദേഹം അവിടെ കമ്മീഷണറായിട്ടൊക്കെ ഇരുന്നാണ്. അദ്ദേഹം നീണ്ട ഒരു ലിസ്റ്റ് വായിച്ചു. എന്നിട്ട് അദ്ദേഹം ദേവസ്വത്തിന്റെ ഇതിനെ സംബന്ധിച്ച് അതിന്റെ നിയമാവലി തന്നെ ഏകദേശം അദ്ദേഹം അവിടെ പറഞ്ഞു. അതിന്റെ മുഴുവൻ വിഷയങ്ങളും വിശദീകരിച്ച് സംസാരിച്ചു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം തന്നെ പറഞ്ഞു, ഈ പറഞ്ഞതിൽ നിന്നും എന്തെങ്കിലും ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണത്തിൽ കൂടി വെളിച്ചത്ത് കൊണ്ടുവരേണ്ടതാണ്. ഈ ജി ബൈജു തിരുവാഭരണ കമ്മീഷണർ ആയിരുന്നു, ദേവസ്വം സെക്രട്ടറി ആയിരുന്നു, പോലീസ് കമ്മീഷണറോ DGP ആയിരുന്നില്ല. അങ്ങേക്ക് തുടരാം. തീർച്ചയായിട്ടും അദ്ദേഹം ആ വിഷയത്തിൽ പ്രാഗൽഭ്യം നേടിയ ഒരാളെന്നുള്ള നിലയിൽ അതൊരു സാധാരണ മലയാളിയുടെ സാമാന്യ ബുദ്ധിയിൽ തോന്നുന്ന ഒരു കാര്യമാണ്. ഒരു അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ, അതും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിനു ശേഷം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിലല്ലേ നമുക്ക് ചോദ്യം ചെയ്യാനാകൂ. പിന്നെ ജേക്കബ് തോമസ് സാർ, അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പൊ ഇങ്ങനെ പറയുന്നതിനേക്കാൾ അപ്പുറം എന്താണ് പറയാൻ സാധിക്കുന്നത്? അദ്ദേഹം 98 ഒരു സംഭവത്തെ സംബന്ധിച്ച് DS ശ്രീധരൻ പിള്ളയെ അടക്കമുള്ളവരെ പ്രതി ചേർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മകഥ 4-5 വർഷത്തിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കണം. അന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ലൈനില്ല. ഇപ്പോഴുള്ള അദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തലുകൾ ശരിയെന്ന് താങ്കൾ പറയുമെങ്കിൽ, അബ്ദുൽ നാസർ മദനിയെ 98 കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് വന്നപ്പോൾ അത് അനീതിയാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞ ആളാണ് ഞാൻ. അതിന് മുകളിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് ചില ഇടപെടലുകൾ ഉണ്ടായി എന്ന് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. അതും ശരിയായിട്ട് വരുമോ? അപ്പൊ കാലാകാലങ്ങളിൽ ഉദ്യോഗതലത്തിൽ ഇരിക്കുന്നവർ ഓരോ വെളിപ്പെടുത്തലുകൾ നടത്തും. അവർ റിട്ടയർഡ് ആകുമ്പോൾ അവർക്കൊരു ഇരിപ്പിടം ഉണ്ടാകണം. അദ്ദേഹം ഇപ്പോൾ അവസാനം പറഞ്ഞിട്ട് പോയത്, അദ്ദേഹത്തെ പോലുള്ള ഒരു DGP റാങ്കിൽ ഇരുന്ന ഒരാള് പറയാൻ പാടുണ്ടോ? ഇതിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നു, വാസവൻ പ്രതിയാണ്, കടകംപള്ളി പ്രതിയാണ്, രണ്ടുപേരെയും നാളെ തൂക്കിക്കൊള്ളാൻ അദ്ദേഹത്തിന് വിധിച്ചൂടെ? അദ്ദേഹത്തെ പോലെ നിയമ വിഷയത്തിൽ പരിണയപ്രജ്ഞനായ ഒരാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ കുറ്റമല്ല. ഇടതുപക്ഷ സർക്കാരിനെയും ശബരിമല വിഷയത്തിൽ ഇടതുപക്ഷത്തെയും അപകീർത്തിപ്പെടുത്തുവാൻ ആസൂത്രിതമായി നെയ്തുകൊണ്ടുവരുന്ന ഒരു നാടകത്തിന്റെ പിന്നാമ്പുറത്തിന്റെ ഭാഗം മാത്രമാണത്. അതിനെ തള്ളിക്കളയാനൊക്കില്ല. പിന്നെ BJP പ്രതിനിധിയുടെ ഭാഷയിലും മുഖത്തും നൈരാശ്യം ഉടലെടുത്തിട്ടുണ്ട്. അത് ഞങ്ങളാരും വരുത്തി വെച്ചതല്ല. അയ്യപ്പ സന്നിധാനത്തിന്റെ ക്ഷേമവും വികസനവും മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഈ പറയപ്പെടുന്ന നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന പോരായ്മകളടക്കം പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി വളരെ സുതാര്യമായ നിലയിൽ ആഗോളതലത്തിലുള്ള മുഴുവൻ അയ്യപ്പ ഭക്തന്മാരെയും ക്ഷണിച്ചു, താങ്കളെയും ക്ഷണിച്ചു, താങ്കളുടെ നേതാക്കളെയും ക്ഷണിച്ചു. പക്ഷേ താങ്കൾ അടക്കമുള്ള BJPക്കാർ അത് തകർക്കാനാണ് നിന്നത്. താങ്കൾക്ക് നിരാശ വന്നത് എന്താ? കേരളത്തിലെ ഏറ്റവും വലിയ സമൂഹമായ ഹിന്ദു സമൂഹത്തിലെ ഏറ്റവും വലിയ സമൂഹമായ മന്നത്ത് പത്മനാഭൻ ആചാര്യനായ NSSനെ കൂടെ നിർത്താൻ BJPക്ക് സാധിച്ചില്ല. ഇന്ന് നിങ്ങൾ വെള്ളാപ്പള്ളിയുടെ പേര് ആങ്കർ പറഞ്ഞു. വെള്ളാപ്പള്ളി അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന SNDP ഒപ്പം നിർത്താൻ BJPക്ക് സാധിച്ചില്ല. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്തിന് KPMSനെ പോലും നിങ്ങൾക്കൊപ്പം നിർത്താൻ സാധിച്ചില്ല. ആ ജാള്യത മറയ്ക്കാൻ കേരളത്തിൽ നടക്കുന്ന ഫലസ്തീൻ വിഷയത്തിന്റെ സമരത്തിന്റെ പേരിലൊന്നും കുതിര കയറിയിട്ട് കാര്യമില്ല. ഫലസ്തീൻ വിഷയത്തിൽ മോഡിയുടെ നിലപാട് എന്താണോ, കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്താണോ, ആ നിലപാട്. ജലീൽ പുനലൂർ, നമുക്ക് ആകെ 10-12 മിനിറ്റേ ബാക്കിയുള്ളൂ. ദയവായി അങ്ങ് ഗാസയ്ക്ക് വേണ്ടി നമുക്ക് മറ്റൊരു സമയം കണ്ടെത്താം. അങ്ങേക്ക് ഹമാസിനെ പിന്തുണയ്ക്കുകയോ ഹമാസിനെ ന്യായീകരിക്കുകയോ ചെയ്യണമെങ്കിൽ പരിണതപ്രജ്ഞരായ നല്ല ജേർണലിസ്റ്റുകൾ ഇവിടെയുണ്ട്. ഐസൻ ജോസിനെ പോലുള്ളവർ നന്നായിട്ട് അങ്ങേക്ക് പറഞ്ഞു തരും ഹമാസ് അവിടെ എന്താണ് ചെയ്തതെന്നുള്ളത്. നമുക്ക് അതിലേക്ക് മറ്റൊരു അവസരത്തിൽ വരാം. തൽക്കാലം അങ്ങൊന്ന് ശബരിമലയിലേക്ക് തിരിച്ചു വരണം. ശബരിമലയിൽ നടന്ന ഈ ആചാര ലംഘനവും ശബരിമലയിൽ നടന്ന കവർച്ചയും ശബരിമലയിൽ നടന്ന ഈ കച്ചവടവും
അതിലേക്ക് അങ്ങൊന്ന് മടങ്ങി വരണം. അങ്ങ് പലസ്തീൻ വഴി ഗാസ വഴി അങ്ങ് മോദിയിലേക്ക് പോകാതെ ഒന്ന് ദയവായി വിഷയത്തിലേക്ക് തിരിച്ചു വരണം. ഞാൻ ശ്രീ ശ്രീപത്മനാഭനോട് ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നൈരാശ്യത്തിന് പിന്നിൽ എന്താണെന്ന്.